ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ ഒരു പദ്ധതി. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി ഒരുക്കും. എനിക്കിത് നല്ല ഉറപ്പ്. ഞാൻ ഇതുപോലൊരു കുടിയേറ്റ പ്രദേശം ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കട്ടപ്പനയെടുത്ത് വലിയ തോവാള ഒരു ഉൾനാടൻ ഗ്രാമം. ഇവിടെ കടുവയും പന്നിയൊക്കെ, ഈ ആനയാണെങ്കിൽ ഞങ്ങൾക്ക് കുരങ്ങും പന്നിയും ഒന്നും തരാതെ കൊണ്ടുപോകുന്ന ഒരു നാട് ഞങ്ങളുടെ ഇടുക്കി ജില്ല, ഹൈറേഞ്ച് പ്രദേശം. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ചെരുപ്പിട്ടിട്ടില്ല. അരുവിത്തലയിൽ നിന്നും ഞങ്ങൾ കുടിയേറിപ്പോയതാണ്. അപ്പനും അമ്മയും ഞങ്ങളെല്ലാം കൂടി. അപ്പനും അമ്മയ്ക്കും ചെരുപ്പില്ല. അന്ന് ചെരുപ്പ് മേടിക്കാൻ കുടിയേറ്റ കാലഘട്ടത്തിൽ കാശില്ല. ഞങ്ങൾക്കും ചെരുപ്പില്ല. ഇപ്പം ചെരുപ്പില്ലാതെ നടന്നു. സ്കൂളിൽ കഴിഞ്ഞു. +2 അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് പഠിക്കാൻ പോകുമ്പോഴും കൂട്ടുകാർ ചെരുപ്പിടുമ്പോൾ ചെരുപ്പില്ല എന്നൊരു ദുഃഖം മനസ്സിലുണ്ട്. പിന്നീട് ഞാൻ പട്ടം കിട്ടി അച്ഛനായിട്ടിപ്പം 32 വർഷങ്ങളായി. ഇതുവരെ കാര്യമായ രോഗം വന്ന് എൻ്റെ ധ്യാനം മുടങ്ങിയിട്ടില്ല. ഗൗരവമുള്ള രോഗം ശരീരത്തെ ബാധിച്ചിട്ടുമില്ല. അന്നത്തെ ചെരുപ്പില്ലാത്ത നടപ്പ് എനിക്ക് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തി എല്ലാം തന്നു. എൻ്റെ കൂടെ പട്ടം കിട്ടിയ പല അച്ഛന്മാർക്കും 10 വർഷം കഴിഞ്ഞപ്പം ഡോക്ടർമാർ കയ്യെ പിടിച്ചു വെച്ചു, അച്ഛാ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്കി ബാലൻസ് ഉണ്ടോ? രോഗത്തെ കളിയാക്കുമല്ല, ആ അലച്ചിലും കഷ്ടപ്പാടും മരുന്നില്ലാത്ത ഒരു ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമായി. എന്നാൽ ഈ ചിന്ത മനസ്സിൽ കിടന്നു. ആ ചിന്ത നീർത്തുപോയത് 2014 ജൂൺ 13 ആ ഓർമ്മയായി പോയി. ഇറ്റലിയിലെ പാതുവായിൽ അന്തോണിസ് പുണ്യാളിൻ്റെ കുഴിമാടത്തിൽ ഞാൻ 200 മലയാളികളെ 3 ദിവസം ധ്യാനിപ്പിച്ചു. ധ്യാനം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സിറ്റി ട്രെവീസ സിറ്റി കാണാൻ പോയി. അതിൻ്റെ കവാടത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റാച്ചു, പാൻസും കോട്ടും വെച്ച് കഴുത്തിൽ ടൈ കെട്ടിയ ചെറുപ്പക്കാരൻ, തോളിൽ ഒരു ഇല്ലിക്കമ്പിൽ വള്ളിയിൽ കോർത്ത 2 ഷൂസ് ചുവന്നോട് നിൽക്കുന്നു. ഇറ്റലിയിൽ 100 വർഷം മുമ്പ് തണുപ്പ് കാലത്ത് ഷൂസ് ഇല്ലാതെ പറ്റുകയില്ല. പാവപ്പെട്ട മനുഷ്യൻ ഷൂസ് മേടിക്കും. അവർ തണുപ്പത്തും കല്ല്, മല, മുള്ള്, പ്രതിബന്ധമുള്ള സ്ഥലത്തും ഈ ഷൂസ് ധരിക്കും. നല്ല സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് കയറെ കെട്ടി, കോലെ കെട്ടി അത് തൂക്കിക്കൊണ്ട് നടക്കും. കാരണം തേയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറുപ്പക്കാരൻ ഷൂസ് ചുമന്നു. ആ ചെറുപ്പക്കാരൻ പിന്നീട് സെമിനാരിൽ ചേർന്നു. നല്ല വൈദികനായി, രൂപതയുടെ ബിഷപ്പായി. പിന്നീട് ഷൂസ് ചുമന്ന ആ വൈദികൻ കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയായി. അങ്ങനെ ചെരുപ്പ് തേയാതെ ചുമന്ന ആ മനുഷ്യൻ സഭയിൽ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഓർക്കുക, ചെറിയ കാര്യം കുറവ് വരുമ്പോൾ അപ്പനോടും അമ്മയോടും പിടിവാശി പിടിക്കരുത്. ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒതുങ്ങാൻ പഠിക്കണം. ഇനി എല്ലാം കൊടുത്ത് മക്കളെ വഷളാക്കരുത്. ചില കഷ്ടപ്പാടിൽ, ചില നൊമ്പരങ്ങളിൽ നടത്തണം. തമ്പുരാനൊരു പദ്ധതിയുണ്ട്. അതാണ് വ്യക്തത. ഇന്നത്തെ കഷ്ടപ്പാട്, ഇന്നത്തെ അലച്ചിൽ നാളത്തെ നന്മയ്ക്കായിട്ട് മാറ്റും ഒരു വ്യക്തത. ഞാൻ ഓർക്കാറുണ്ട്, സാർക്ക് ഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? ആലക്കോട് മലമടക്കിലെ MD വത്സമ്മ, പയ്യോളി ഗ്രാമത്തിലുണ്ടായിരുന്ന PT ഉഷ, എൻ്റെ നാട്ടിലെ ബീനാമോൾ, ബിജിമോൻ, പിജ സീതരൻ, ജോസഫ് അബ്രാഹം. മലമൂട്ടിൽ ഓടി നടന്നവർക്ക് എല്ലും കെട്ടി, തൊലിക്കെട്ടി, അവർക്ക് മെഡലുകൾ കിട്ടും. സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുക. പക്ഷെ കുനിഞ്ഞിട്ട് സ്വർണ്ണമണ്ണിൽ പോയിട്ട് തെങ്ങിൻ്റെ കവളം മണ്ണിൽ പോകുമ്പം അണപ്പ്, കിതപ്പ്, ശ്വാസം വിട്ടൽ. ഈയിടെ 5-6 അങ്കിളുമാർ ഒരുമിച്ച് കൂടിയപ്പം ചോദിച്ചു, എന്തുകൊണ്ടാ മലയാളി പെണ്ണുങ്ങൾ തന്നെ ഈ സ്വർണ്ണ മെഡൽ? ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ, സ്വർണം എന്ന് കേട്ടോ മരണപ്രഭാവത്തോടെ ഒറ്റ ഓട്ടം, അതെല്ലാം വാരിക്കൊണ്ടേ പോരുള്ളൂ. അപ്പം നമുക്ക് ഓരോന്നും തരുമ്പോൾ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ പ്ലാൻ, വ്യക്തത. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു മനോരമ വാരിക. ഓരോ ആഴ്ചയുടെ ആരംഭത്തിൽ അമ്മ എൻ്റെ 25 പൈസ തരും. മോൻ പോയി ഒരു മനോരമ മേടിച്ചു കൊണ്ടുപോവാ. ഞാൻ കൊണ്ടുവന്ന് മേശപ്പുറത്ത് മനോരമ വെച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. മോനൊന്ന് ഉറക്ക വായിച്ച് അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് എന്നതാ വരാൻ പോണേ. അമ്മയുടെ നക്ഷത്രം കാർത്തികയായിരുന്നു. അമ്മ മരിച്ചു വർഷം 30 ഇന്നും വാരാന്ത്യപതിപ്പ് വരുമ്പോൾ ഞാൻ ചുമ്മാ നോക്കും, സ്വർഗരാജ്യത്തിൽ കാർത്തികക്കാർക്ക് അടുത്ത ആഴ്ച എന്നതാ വരാൻ പോണേ. വർഷങ്ങളോളം വായിച്ചതിൻ്റെ ഓർമ്മ ഞാൻ സ്വയം വായിക്കും. അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർ മക്കൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഫലിതബന്ധുക്കൾ വായിക്കും. എനിക്കിഷ്ടമാണ് ഫലിതബന്ധുക്കൾ വായിക്കുന്നതും രസിക്കുന്നതും. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമായ കർത്താവേ, ഞാൻ വളർന്ന് വലുതാവുമ്പോൾ മനോരമയിൽ എൻ്റെ പേര് വെച്ച് ഒരു ഫലിതബന്ധു എഴുതാൻ ഭാഗ്യം തരണേ. ആൾക്കാരനെ അറിയാനിടയാകണം. സത്യനും ശീലയും നസീറും ശാരദയും മരം കുലുക്കി ഓടുമ്പോഴും കുളം കലക്കി കുളിക്കുമ്പോഴും ഞാൻ ഓർത്തു, ദൈവമേ, വളർന്നു വരുമ്പോൾ ഇവരുടെ കുളം കലക്കാനും മരം കുലുക്കാനും ഒരു ഭാഗ്യം തരണേ. അത് കുട്ടിക്കാലത്ത് ഒരു പൊട്ട പ്രാർത്ഥന. 5 പതിറ്റാണ്ട് കഴിഞ്ഞ് ഇന്ന് മനോരമ ഇറങ്ങുമ്പോൾ അവർ വിളിക്കും, അച്ഛൻ പ്രിയാണോ, ഒരു ഫലിതബന്ധു അയച്ചു തരാമോ, അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ അയച്ചു തരാം. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം ഞാൻ എഴുതിയ പുസ്തകം. 1.5 ലക്ഷം കോപ്പി ഇണയും തുണയും. കൊച്ചുകാര്യം ആഗ്രഹിക്കുന്നു, ദൈവം നടത്തി തരുന്ന കൃപയുടെ വഴികൾ. സിനിമാ നടന്മാരുടെ മരം കുലുക്കാനും കുളം കലക്കാനും പ്രാർത്ഥിച്ചു. 7 വർഷം മുമ്പ് നിർമ്മാതാവും തിരക്കഥാകൃത്ത് സിന്ധിരാജും കൂടി എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, യൂട്യൂബിൽ വൈറലായ അച്ഛൻ്റെ ഒരു പ്രസംഗം സിനിമയാകാൻ ആഗ്രഹമുണ്ട്, സഹായിക്കണം. ഞാൻ കുടുംബജീവിതക്കാരോട് പറയുന്നൊരു കാര്യമാണ്, അതാണ് സിനിമയായത്. ആണുങ്ങൾ എത്ര നല്ലവരാണേലും കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പം വേറെ പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ ചുമ്മാ പുറയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിന് വിളിക്കുന്ന വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിൽ ചൊറിച്ചിൽ എന്നാണ് വിളിക്കുക. ഒരു ഭർത്താവ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അയാളുടെ മകൾ മതം മാറി പ്രേമിച്ചു. അപ്പം തിരുത്താൻ വേണ്ടിയിട്ട് ഇയാൾ വീണ്ടും ഭാര്യയെടുക്ക് ചെല്ലുക. അപ്പം ഭാര്യയോട് രമ്യതപ്പെടണമെങ്കിൽ ഇയാൾ എന്തെല്ലാം ചെയ്യണം? ഞാൻ പറഞ്ഞു, ഭാര്യ എന്നാ പറഞ്ഞാലും വടി വിഴുങ്ങിയത് പോലെ ഒന്നും മിണ്ടാതെ നിൽക്കണം. കറി ഒലത്തണം, ചോറ് വറക്കണം, തുണി പിഴിയണം, തറ തുടയ്ക്കണം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് രമ്യതപ്പെട്ടോളും. ഞാൻ പറഞ്ഞു, ഭാവനാസമ്പന്നനായ സിന്ധിരാജ് അത് മനോഹരമായ തിരക്കഥയായിട്ട് എഴുതി. മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു, മീന കൂടെ ഒന്ന് അഭിനയിച്ചു. ആ പടം 101 ദിവസം ഓടി. എൻ്റെ ധ്യാനപ്രസംഗം സിനിമയായിട്ട് 101 ദിവസം. 101ാം ദിവസം എനിക്കും മോഹൻലാലിനും കൂടെ നിർമ്മാതാക്കൾ അവാർഡ് തന്നു. ആ പടമായിരുന്നു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഒരു ധ്യാനപ്രസംഗം സിനിമയായിട്ട് മാറി. ഒരു ധ്യാനം കാണിച്ചുകൊണ്ട് ഒരു സിനിമ ഇറങ്ങി, ചെമ്പൻ വിനോദ് നായകനായ ബുമറാങ്. 3 മാസം മുമ്പ് ഞങ്ങൾ ഇറക്കി രാജകന്യക. ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം കൊണ്ടുപോകുന്ന വഴി വ്യക്തത. ഓരോന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ചില ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കും. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനം 59:1 രക്ഷിക്കുവാൻ ആകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ മുടി നരയ്ക്കുമ്പോൾ നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. ഇതാണ് ഈ വ്യക്തത.